ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മോഹൻലാലിൻ്റെ പുത്രം തുടരും റിലീസായി. തരുൺ മൂർത്തിയാണ് സംവിധായകൻ. നമുക്കറിയാം ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക എന്നൊക്കെ രണ്ട് പടമേ അദ്ദേഹം എടുത്തിട്ടുള്ള രണ്ട് പടവും കുഴപ്പമില്ലാതെ ഓടിയ പടങ്ങളാണ്. അപ്പം മൂന്നാമത്തെ പടം തുടരും. എല്ലാവരും പറഞ്ഞു അടിപൊളി പടം. പിന്നെ അതിൻ്റെ റിവ്യൂ നോക്കിയപ്പോഴും എല്ലാവരും തകർത്ത് കൊള്ളാം, അടിപൊളി, കിടുക്കാച്ചി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും പോയി കണ്ടു. പടം കൊള്ളാം, ഒരു ക്രൈം സ്റ്റോറി. എല്ലാവരും പറഞ്ഞ് കുടുംബചിത്രം. ഒരു കുടുംബചിത്രമേ അല്ല, ക്രൈം സ്റ്റോറി. ദൃശ്യത്തെ എങ്ങനെ കൊണ്ടുപോയോ ഒരു സസ്പെൻസ് കീപ്പ് ചെയ്ത് അതുപോലെ തന്നെ തുടരും. അവർ ആ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് കഥയിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. സിനിമ മൊത്തത്തിൽ ആകെ ഒന്ന് നോക്കുവാണെങ്കിൽ കൊള്ളാം, അടിപൊളി പടം. ഏകദേശം 2 മണിക്കൂർ 35 മിനിറ്റ് കൊണ്ട് ആ സമയം പോകുന്ന അറിയുമല്ല, പെടേന്നങ്ങ് പോവും. സീനറിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇടുക്കി, പത്തനംതിട്ട ആ ഏരിയയിലാണ് അതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളും. അതിനെ നല്ല രീതിയിൽ തന്നെ പ്രകൃതി ഭംഗി ഒപ്പിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും, സിനിമയുടെ കൂടുതൽ ഭാഗങ്ങളും ഒരു ഇരുട്ട്, മഴ പെയ്യുന്നു. മഴയില്ലാതെ എനിക്കൊന്ന് 70 സീനും മുഴുവൻ മഴയിലാണ് നടക്കുന്നത്. മഴ, പിന്നെ ഇരുട്ടത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും നമുക്ക് ആ സിനിമയിലൂടെ കാണാൻ പറ്റുന്നത്. എനിക്കൊന്ന് ശോഭനയായിട്ടുള്ള സീൻ ഏകദേശം ഒരു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 8-10 സീക്വൻസേ ഉള്ളൂ. ഒരു ചെറിയ കുടുംബം, ഹസ്ബൻഡും വൈഫും 2 പിള്ളേരും. വീട്ടിലെ വലിയ ആൾ, അതായത് മോഹൻലാൽ, ഡ്രൈവറാണ്. ഭാര്യ ശോഭന റേഷൻ കട നടത്തുന്നു. പിള്ളേർ 2 പഠിക്കുന്നു. ആ നല്ല സുന്ദരമായി, നല്ല പരസ്പര സഹകരണത്തോടെ, സ്നേഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയും അത് വലിയൊരു പ്രശ്നത്തിലേക്ക് ചെന്നെത്തുകയും അതിൻ്റെ അവസാനം എന്ത് സംഭവിക്കും, അങ്ങനെ കഥ നല്ല രീതിയിൽ തന്നെ നല്ല ഒഴുക്കോടുകൂടി മുന്നോട്ട് പോയി അവസാനം അതിൻ്റെ പര്യാപ്തിയിലെത്തുന്നു. നമ്മൾ ഈ സിനിമയുടെ ആകത്തുക, നമ്മൾ സിനിമേനെ എല്ലാം കൂടി ഒന്ന് വിലയിരുത്തുവാണെങ്കിൽ, പോസ്റ്റ് കോവിഡ്, അതായത് കോവിഡിന് ശേഷം മിക്ക സിനിമകളും ഇറങ്ങുന്നത് ഈ